മാഷ് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികളുടെ കാര്യം, കുട്ടികളാരും ഇതറിയരുത്. സന്തോഷിനെ പറ്റി കൂടുതലൊന്നും ക്ലാസ്സിൽ പരാമർശിക്കാതെ താങ്കൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ മറ്റു കുട്ടികൾ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ? അറിയുമ്പോൾ അറിയട്ടെ, നമ്മളായിട്ട് അറിയിക്കാൻ ശ്രമിക്കരുത്. ഗുരുജിയുടെ അടുത്ത് ആരാണ് ഈ കുട്ടി എത്തിച്ചത്? എൻ്റെ ഒരു പഴയ സുഹൃത്താ. അമ്മയില്ലാതെ വളർന്നൊരു കുട്ടി. കളവ് കേസിൽപ്പെട്ട് അച്ഛൻ കൂടി ജയിലിലായപ്പോൾ അവൻ അനാഥനായി. നമ്മുടെ ആശ്രമത്തിൽ നിർത്താൻ പറ്റുമോ എന്ന് സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. അവൻ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് ഗുരുജി? അവൻ ആ സ്കൂളിൽ നല്ല നിലവാരം പുലർത്തിയിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്ത് ചെയ്യാൻ, മദ്യപാനിയായ അച്ഛൻ ഒരു കളവ് കേസിൽ പെട്ടതോടെയാണ് അവന്റെ ജീവിതം തകർന്നത്. അച്ഛൻ ചെയ്ത് തെറ്റിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ബാല്യം. അതെ, സത്യത്തിൽ അതാണ് സംഭവിച്ചത്. എല്ലാവരും അവനെ പരിഹാസത്തോടെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്കൂളിൽ നിന്നൊരു മാറ്റം. അതെന്തായാലും നന്നായി. ഇവിടെ ആകുമ്പോ ആരും അറിയാനും പോകുന്നില്ലല്ലോ. അതെ, എന്തായാലും ദൈവത്തിന് ഇവനെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. അങ്ങ് പറഞ്ഞു വരുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒനേസിമോസ് എന്ന ഒരു അടിമയെ ദൈവാശ്രയത്തിലേക്ക് നടത്തിയ സംഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ദൈവഭക്തനായിരുന്ന ഫിലമോന്റെ കൊട്ടാരത്തിലെ അടിമയായിരുന്നു ഒനേസിമോസ്. ഫിലമോന്റെ കൊട്ടാരത്തിൽ നിന്നും ഓടിപ്പോയ ഒനേസിമോസ് പട്ടാളക്കാരുടെ പിടിയിലായി. കഠിന ശിക്ഷ ലഭിച്ചു കാണും, പിന്നീട് തുറുങ്കിൽ അടച്ചും കാണും. അതെ, അവിടെ വെച്ചൊരു മാറ്റമുണ്ടായി അവന്. സുവിശേഷം കാരണം തുറുങ്കിലായ പൗലോസ് ഒനേസിമോസിനെ പുതിയ വ്യക്തിയാക്കി മാറ്റിയല്ലേ? അതെ, രൂപാന്തരപ്പെട്ട ഒനേസിമോസിനെ ഫിലമോൻ ഒരു കത്തുമായി കൊട്ടാരത്തിലേക്ക് അയച്ചു. അതിൽ പരാമർശിക്കപ്പെട്ട പ്രധാന പ്രയോഗം ഇതാണ്: മുമ്പേ ഇവൻ പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ ഇവൻ പ്രയോജനമുള്ളവൻ. യേശു നീതിമാന്മാരെ തേടിയല്ല വന്നത്, പാപികളെ തേടിയാണ്. ശരിയാണ്. എന്തായാലും സന്തോഷിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാം. ഒരു കള്ളന്റെ മകനായി പോയി എന്ന ഒറ്റ കാരണത്താൽ അവൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടരുത്. അവനെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതിന് തക്ക വ്യക്തിയായി അവനെ മാറ്റണം. ദൈവം ഉപയോഗിക്കാൻ പോകുന്ന വലിയ വ്യക്തിയാണ് സന്തോഷ് എന്ന കാഴ്ചപ്പാടോടുകൂടി അവനെ ശ്രദ്ധിക്കണം, പഠിപ്പിക്കണം. തീർച്ചയായും. മറ്റു കുട്ടികൾ അവന്റെ പഴയ കാര്യങ്ങൾ അറിയാതെ ശ്രദ്ധിക്കണം. അവന്റെ അച്ഛന്റെ മോഷണക്കാര്യം വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. കുട്ടികൾ അറിഞ്ഞാണോ ആവോ? തന്നെയുമല്ല, നമ്മുടെ അടുത്ത് പഠിക്കുന്ന ചിന്നുവിന്റെ അച്ഛൻ പോലീസിലാണ്. അതോർത്ത് ഭയപ്പെടേണ്ട, ദൈവം എല്ലാം വളരെ ഭംഗിയാക്കും. ആ, ഞാൻ പോകട്ടെ ഗുരുജി, ക്ലാസ് തുടങ്ങാൻ സമയമായി. എങ്കിൽ മാഷ് ചെല്ലു, ദൈവം എല്ലാം ക്രമീകരിക്കും. മാഷിന് നല്ലത്. ശരി ഗുരുജി. ഇന്ന് നമ്മുടെ ഒപ്പം വന്ന ആ പുതിയ കുട്ടിയെ പരിചയപ്പെട്ടില്ലേ? ഓ, അവൻ ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെയല്ലേ ഇരിപ്പ്. ഞാൻ വന്നപ്പോ തന്നെ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു. അവൻ കൂടുതൽ മൈൻഡ് ചെയ്തില്ലെന്നേ. ആദ്യമൊക്കെ വലിയ ഗമയിലായിരിക്കും, പിന്നീട് ശരിയാവും. എന്തോ എനിക്കും എന്റെ മട്ടും മാതിരിയും കണ്ടിട്ട് എന്തോ പോലെ.
രേണുവിന്റെ ഒരു കാര്യം. രേണുവിന്റെ അച്ഛൻ പോലീസിലല്ലേ? അച്ഛന്റെ ഗുണാ. ആ അത് ശരിയാ. അച്ഛന്റെ മോളല്ല ഞാനും. അതിന്റെ ഗുണം കുറച്ചൊക്കെ കാണും. ഹലോ, എന്താ പേര്? സന്തോഷ്. എവിടെയാ വീട്? കുറച്ച് ദൂരെയാ. അച്ഛനെന്താ ജോലി? അച്ഛൻ നമസ്കാരം. നമസ്കാരം മാഷേ. നമസ്കാരം നമസ്കാരം. സന്തോഷ്, സുഖം തന്നെയല്ലേ? പുതിയ കൂട്ടുകാരെങ്ങനെയുണ്ട്? കൊള്ളാം മാഷേ. ആ, ഇന്ന് നമുക്ക് ഒരു പാട്ട് പഠിക്കാം. എന്താ? ഞാൻ ആദ്യം പാടിത്തരും, നിങ്ങളത് ഏറ്റുപാടണം. ശരി. ശരി. തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ. യേശുവിനാൽ സ്നേഹം നൽകും അത്ഭുതമാനന്ദമേ, ആഴിത്തൻ ആഴത്തേക്കാൾ ഓ ഭൂമി തൻ വ്യാപ്തിയേക്കാൾ. യേശുവിനാൽ സ്നേഹം നൽകും അത്ഭുതമാനന്ദമേ, ആഴിത്തൻ ആഴത്തേക്കാൾ ഓ ഭൂമി തൻ വ്യാപ്തിയേക്കാൾ. തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ. അമ്മ മറന്നാലും കുഞ്ഞിനെ അപ്പൻ വേടിഞ്ഞാലും കാത്തിടുമെൻ ദൈവം എന്നെ തൃക്കൈയിലെന്നുമെന്നും. അമ്മ മറന്നാലും കുഞ്ഞിനെ അപ്പം വേടിഞ്ഞാലും കാത്തിടുമെൻ ദൈവം എന്നെ തൃക്കൈയിലെന്നുമെന്നും. തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ തിന്തിമി തയ്യാറേ തകതിമി തിന്തിമി തയ്യാറേ. മാഷേ, എനിക്ക് ഗുരുജിയെ കാണണം. തീർച്ചയായും നാളെ രാവിലെ തന്നെ ഗുരുജിയെ പോയി കണ്ടോളൂ. താങ്ക് യു മാഷേ. ആ, സുഖം തന്നെയല്ലേ സന്തോഷ്? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം ഗുരുജി. അവിടുത്തെ സഹായത്താൽ മാന്യമായി പഠിക്കാൻ പറ്റുന്നു. നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ ജയിലിലായതിനു ശേഷം ആളുകളുടെ എല്ലാ കുറ്റപ്പെടുത്തലുകളും പരിഹാസം നിറഞ്ഞ നോട്ടവും എന്നെ മാനസികമായി തകർത്തിട്ടുണ്ട്. അവസാനം ഞാനും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ തെറ്റിലേക്ക് വീഴുവാൻ ഇടയാക്കരുത്. തിരുവചനത്തിൽ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചനയും പാപികളുടെ വഴിയിലുള്ള നിൽപ്പും പരിഹാസികളോടൊപ്പമുള്ള ഇരിപ്പും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ അനാവശ്യമായി പരിഹസിക്കുമ്പോൾ മൗനമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളെക്കുറിച്ച് അവർ നന്മ പറയുന്ന കാലമുണ്ടാകും. മറ്റുള്ളവരുടെ പരിഹാസത്തിൽ തളരുമെങ്കിലും പിന്നീട് ഇതിനൊക്കെ മാറ്റം വരുമെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ ജീവിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ, അല്ലേ? മിടുക്കൻ, അതാണ് വേണ്ടത്. ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. എങ്കിൽ നമ്മൾ ഭയപ്പെടുകയില്ല, തളരുകയില്ല. ദേവദാരു വൃക്ഷത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ബൈബിളിൽ അനേകം പ്രാവശ്യം ഈ വൃക്ഷത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതായി അറിയാം. ഏത് പ്രതികൂല കാറ്റിനെയും അതിജീവിക്കാൻ ശക്തിയുള്ളതാണ് ദേവദാരു വൃക്ഷം. കാരണം എന്താ? എത്രമാത്രം അതിന് ഉയരമുണ്ടാകുമോ അത്രയും ആഴത്തിൽ ഭൂമിക്ക് താഴേക്കും ആ വൃക്ഷത്തിന് വേരോട്ടമുണ്ടായിരിക്കും. അതായിരിക്കും അത് കടപുഴകി വീഴാത്തത്. എത്രമാത്രം ഉയരത്തിലുള്ള വളർച്ചയുണ്ടായാലും ആഴത്തിൽ നമുക്ക് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ വീണുപോകും. ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ ആഴമേറിയ ദൈവവിശ്വാസമാണ് നമുക്ക് ആവശ്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. നമ്മൾ ചെയ്യുന്നത് നീതിപൂർവമാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. ഞാൻ പൂർണ്ണമായും നീതിപൂർവമായിട്ടാണ് ജീവിക്കുന്നത്. എങ്കിലും മറ്റുള്ളവരുടെ പരിഹാസത്തോടു കൂടിയുള്ള നോട്ടം, അടക്കം പറച്ചിൽ. മോനെ, യേശുവിന്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ കൽപ്പന അനുസരിച്ചവരെയല്ല അവിടുന്ന് പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അതുകൊണ്ട് സന്തോഷ്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സന്തോഷിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. എങ്കിൽ അവിടുന്ന് നിന്റെ പാതകളെ നേരെയാക്കും. എല്ലാം എനിക്ക് മനസ്സിലായി ഗുരുജി. എങ്കിലും ഇതൊക്കെ കാണുമ്പോ, കേൾക്കുമ്പോ. സന്തോഷ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഒരുവന്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമാകുമ്പോൾ അവിടുന്ന് അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിന് പ്രീതികരമാക്കി നമ്മൾ നടക്കുമ്പോൾ ഇപ്പോൾ നിന്നെ പരിഹസിക്കുന്നവരെല്ലാം ആദരിക്കുന്ന കാലമുണ്ടാകും.
പക്ഷേ ഒരു തെറ്റിലും അകപ്പെടാതെ നന്മയുടെ പാതയിൽ നടക്കണം. എങ്കിൽ അച്ഛൻ മൂലമുണ്ടായ ഈ ദുഷ്പേര് മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് ഗുരുജി? ഇന്ന് ലോകം ആദരിക്കുന്ന പല മഹാന്മാരും സ്വന്തം പ്രയത്നത്താൽ യാതൊരു പിൻബലവുമില്ലാതെ ലോകശ്രദ്ധ നേടിയവരാണ്. സമൂഹത്തിന് ആവശ്യം ജയിച്ചവരെയാണ്, അല്ലാതെ ജീവിതോട്ടത്തിനിടയിൽ തോറ്റവരെയല്ല. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല നമുക്ക് ലഭിക്കുന്ന വിജയം. അത് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുയോജ്യമായ രീതിയിലാണ്. സന്തോഷ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വ്യാകുലപ്പെടാതെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക. അവിടുന്ന് എല്ലാം നന്നായി ചെയ്യും. ശരി ഗുരുജി, അങ്ങയുമായി സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസം ലഭിച്ചു. ഇനി ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. വളരെ ഉപകാരം. ഞാൻ പോകുന്നു. ഇവനെ സൂക്ഷിക്കണം കേട്ടോ. ഇവൻ കള്ളനാ. ഇവന്റെ അച്ഛനും കള്ളനാ. മോഷണ കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുക. നമസ്കാരം കുട്ടികളെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ മാഷേ. മാഷൊരു പാപിനിയായ സ്ത്രീയുടെ കഥ പറയാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പറയാം. കല്ലെറിഞ്ഞു കൊല്ലുവാൻ യഹൂദന്മാർ പാപം ചെയ്തൊരു സ്ത്രീയെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പാപം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ് അവരുടെ നിയമം. പാവം സ്ത്രീ, അതിന്റെ അവസ്ഥ. അതിനെന്താ, അവർ പാപം ചെയ്തിട്ടല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? യേശു എന്തു പറഞ്ഞു? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. ആരും ഉണ്ടായി കാണില്ല. പാപം ചെയ്യാത്തവരായ ആരാ ഉള്ളത്? എന്താ രേണു തിരിയുന്നത്? ഈ ബാഗിലിട്ട രൂപ കാണുന്നില്ല. എന്തിനാ രൂപ കൊണ്ടുവന്നത്? ഫീസ് അടയ്ക്കാൻ വേണ്ടി പപ്പ തന്നു വിട്ടതാ. 2000 രൂപ. അത് കാണുന്നില്ലെന്നേ. ബാഗിൽ വെച്ചതാ. മറന്നുപോയതായിരിക്കും. ചിലപ്പോ വീട്ടിലുണ്ടാവും. ഇല്ല, ഇവിടെ വന്നതിന് ശേഷമാ കാണാതായത്. ശരിക്കും നോക്ക് രേണു, അവിടെ എവിടെങ്കിലും കാണും. ഞാൻ പോയി ഫീസ് രജിസ്റ്റർ എടുത്തിട്ട് വരാം. ഇവിടെ ആരെടുക്കാനാ? ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. മോഷണവും നടന്നിട്ടില്ല. എനിക്കറിയാം ഇത് ആരാ ചെയ്തതെന്ന്. നീ തന്നെ എടുത്തത്. ഞാനോ? ഞാൻ എടുത്തിട്ടില്ല. വേണ്ട വേണ്ട, നുണ പറയണ്ട. നീ ആരാണെന്ന് എനിക്കറിയാം. ഒന്നും മറച്ചു വെക്കണ്ട. നിന്റെ അച്ഛൻ ജയിലല്ലേ കളവ് കേസിന്? എന്റെ പപ്പ എല്ലാം എന്നോട് പറഞ്ഞു. കള്ളൻ. കള്ളന്റെ മോനെ. ഞാനല്ല. ഞാൻ എടുത്തിട്ടില്ല. നമസ്കാരം ഗുരുജി. രേണുവിന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു. മോള് ഫീസ് എടുക്കാൻ മറന്നു അല്ലേ? അത് വീട്ടിലുണ്ടെന്ന് പറയാനാ വിളിച്ചത്. അപ്പോ സന്തോഷ് കള്ളനല്ലേ? ഗുരുജി, രേണു പറഞ്ഞു സന്തോഷാണ് എടുത്തതെന്ന്. ഗുരുജി, സന്തോഷിന്റെ അച്ഛൻ കള്ളനായതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഓ സന്തോഷ്, നിങ്ങൾ എന്ത് അവിവേകമാണ് കുട്ടികളെ കാട്ടിയത്. ആവശ്യമില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് വലിയ തെറ്റാണ്. എന്നെ ജീവിക്കാൻ അനുവദിക്കും. അച്ഛൻ ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? ഇനിയെങ്കിലും. സന്തോഷ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാ. ചെയ്യാത്ത തെറ്റിന് ആരോപണം ഉന്നയിക്കുന്നത് തെറ്റാണ്. അച്ഛൻ കുറ്റവാളിയായി പോയതിന്റെ പേരിൽ അവരുടെ മക്കളെയും അങ്ങനെ ചിത്രീകരിക്കുന്ന സമൂഹം. അതുകൊണ്ട് മറ്റുള്ളവർ അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ അവരിൽ അടുത്ത കുറ്റവാളികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കുറ്റവാളിയായ ഒനേസിമോസിനെ രൂപാന്തരപ്പെടുത്തി ഫിലമോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചപ്പോൾ അപ്പസ്തോലനായ പൗലോസ് ഒനേസിമോസിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തതുപോലെ ഒരു വ്യക്തിയെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുവാൻ നമ്മൾ അവരെ അന്വേഷിക്കുകയും കരുതുകയും ചെയ്യണം. അതാണ് യേശു ചെയ്തതും അവിടുന്ന് പഠിപ്പിച്ചതും. ഞങ്ങൾക്ക് തെറ്റുപറ്റി ഗുരുജി, ഞങ്ങളോട് ക്ഷമിക്കണം. കുട്ടികളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന വാക്കിൽ തീരുന്നതാണോ സന്തോഷിന് ഹൃദയത്തിലുണ്ടായ മുറിവ്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തന്മൂലം നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം.
പൈസ കാണാതായപ്പോ ഞാൻ സന്തോഷം എടുത്തെന്ന് വിചാരിച്ചു. കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകാതെ അവന്റെ മേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ന്യായം വിധിക്കുന്ന ദൈവം ഇതെല്ലാം കാണുന്നു. ശരീരത്തിൽ ഏൽക്കുന്ന മുറിവിനേക്കാൾ വലുതാണ് മനസ്സിലുണ്ടാവുന്ന മുറിവ്. അത് ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ചെയ്ത തെറ്റിന് ക്ഷമ പറയൂ. തീർച്ചയായും ഗുരുജി, തീർച്ചയായും. സന്തോഷ്, എനിക്ക് മാപ്പ് തരണം സന്തോഷ്. സന്തോഷ്, ഞങ്ങളോട് ക്ഷമിക്കണം സന്തോഷേ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാ സന്തോഷ്. കണ്ടോ, നല്ല കുട്ടികളുടെ ലക്ഷണമെന്ന് പറയുന്നത് ഇതാണ്. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുകയും മാപ്പ് പറയുകയും അതിന് പരിഹാരം ചെയ്യുന്നതും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതവും സ്വർഗീയമാകും.